BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൂടുതൽ ശക്തമായ മൺസൂൺ പ്രവചിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കളക്ടറും കോടതി നിയോഗിച്ച സമിതിയും അടിയന്തരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. മുല്ലശ്ശേരി കനാലിലടക്കം നടക്കുന്ന നവീകരണ പ്രവർത്തനം ലക്ഷ്യം കാണാത്തത് ജനത്തെ ബുദ്ധിമുട്ടിക്കാനിടയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തീകരിക്കാനായിട്ടില്ല. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും വിവരം തേടി കളക്ടറും സമിതിയും അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കായലിലേക്ക് ഡ്രെയിനേജ് കനാൽ നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് ഇപ്പോൾ ഭരണാനുമതിയായത്. ഈ സംവിധാനം സംബന്ധിച്ച് 2023 തുടക്കം മുതൽ ശുപാർശയുള്ളതാണ്. അനുമതി നൽകാൻ ഇത്ര വൈകിയത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. സൗത്ത് KSRTC മേഖലയിലെ വെള്ളക്കെട്ടിനടക്കം പരിഹാരം കാണാവുന്ന ഒറ്റമൂലിയാണ് പദ്ധതി. ഇതിന്റെ ജോലികൾ ആരംഭിക്കാൻ എന്ന് അനുമതിയാകുമെന്ന് കളക്ടർ അറിയിക്കണം. ഹൈക്കോടതിക്കടുത്ത് നടപ്പാക്കുന്ന വെള്ളക്കെട്ട് ലഘൂകരണ പദ്ധതിക്ക് ഭരണാനുമതിയായെങ്കിലും തുടങ്ങാനായില്ലെന്നും സർക്കാർ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഇതിനനുവദിച്ച തുക തിരിച്ചു നൽകുകയോ പുനഃക്രമീകരിക്കുകയോ ചെയ്യേണ്ടി വരുമെന്നും വ്യക്തമാക്കി. എന്നാൽ സമയബന്ധിതമായി തീർക്കേണ്ട സുപ്രധാന പദ്ധതിക്ക് നീക്കിവെച്ച തുക ഇതുവരെ മടക്കി നൽകിയിട്ടില്ലെങ്കിൽ തിരിച്ചു നൽകുന്നതും പുനഃക്രമീകരിക്കുന്നതും മറ്റൊരു ഉത്തരവ് വരെ കോടതി വിലക്കി. കൊച്ചിയിലെ വെള്ളക്കെട്ട് നിവാരണത്തിന് കഴിഞ്ഞ മഴക്കാലത്ത് ഉപയോഗിച്ച സക്കർ കം സെക്ഷൻ മെഷീൻ അറ്റകുറ്റപ്പണിക്ക് മാറ്റിയിരിക്കുകയാണെന്നും അമിക്കസ് ക്യൂറിമാർ അറിയിച്ചു. ഈ വർഷം ലഭ്യമാക്കോ എന്ന് ഉറപ്പില്ലെന്നും അറിയിച്ചു. മെഷീൻ ലഭ്യമാക്കുമോ എന്ന കാര്യത്തിൽ 2 ദിവസത്തിനകം മറുപടി നൽകാൻ കോർപ്പറേഷന് കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ വർഷത്തേതുപോലെ റെയിൽവേ കൽവർട്ടറുകൾ മികച്ച രീതിയിൽ വൃത്തിയാക്കാനുള്ള നടപടികൾ സംബന്ധിച്ച് കോടതി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടി. ഇക്കാര്യത്തിൽ കളക്ടറും സമിതിയുമായി കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ചു. കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഹർജി വീണ്ടും May 24 സമാന ഹർജികൾക്കൊപ്പം പരിഗണിക്കാൻ മാറ്റി. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ കനത്ത മഴയിൽ ആലുവ നഗരം മുങ്ങി. 6 മണിയോടെ ആരംഭിച്ച ശക്തമായ മഴ മണിക്കൂറുകളോളം നീണ്ടു. ഇതോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി. വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും വെള്ളം കയറി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായത്. മാർക്കറ്റ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അൻവർ ആശുപത്രി റോഡ്, ബാങ്ക് കവല, കത്തുകടവ് റോഡ്, ബ്രിഡ്ജ് റോഡ്, മാർക്കറ്റ് ഭാഗത്തെ ബൈപ്പാസ് അടിപ്പാതകൾ, എറണാകുളം റോഡ്, KSRTC പരിസരം തുടങ്ങിയ പ്രദേശങ്ങളാണ് പ്രധാനമായും വെള്ളക്കെട്ടുണ്ടായത്. മാർക്കറ്റ് റോഡിൽ ബാങ്ക് കവലയിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തും റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. റോഡ് കരകവിഞ്ഞ് കടകളിലേക്ക് വെള്ളം തള്ളിക്കയറി. ഇതോടെ കടകളിലെ സാധനങ്ങൾ നശിപ്പിച്ചു. ചെരുപ്പ്, ബാഗ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങിയവ വിൽക്കുന്ന കടകളിലാണ് കൂടുതൽ നഷ്ടമുണ്ടായത്. ചെരുപ്പ്, ബാഗ് കടകളിൽ സ്കൂൾ വിപണിയുമായി ബന്ധപ്പെട്ട് ധാരാളം സാധനങ്ങൾ സ്റ്റോക്കുണ്ട്. ഇവയിലധികവും നിലത്താണ് കിടന്നിരുന്നത്. അതിനാൽ തന്നെ ഇതെല്ലാം നശിച്ചുപോയി. റോഡുകളിൽ വെള്ളത്തിനടിയിലായതോടെ യാത്രക്കാരും ദുരിതത്തിലാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈൻ ടാക്സിയുടെ മറവിൽ രാസലഹരി വിൽപ്പന നടത്തിയ സംഘത്തിലെ 3 പേർ പിടിയിൽ. കടമ്പാലി ഇലഞ്ഞിക്കൽ വീട്ടിൽ ആൻഡ്രൻ ജോസ്, മട്ടാഞ്ചേരി പറവാനമുക്ക് ദേശത്ത് ജന്മപ്പറമ്പിൽ വീട്ടിൽ സാബു, മട്ടാഞ്ചേരി കപ്പലണ്ടിമുക്ക് ചക്കമാടം ദേശത്ത് പപ്പങ്ങപ്പറമ്പിൽ വീട്ടിൽ PN നാസിഫ് എന്നിവരാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്, എക്സൈസ് ഇന്റലിജൻസ് എറണാകുളം ടൗൺ നോർത്ത് എക്സൈസ് സർക്കിൾ എന്നിവരുടെ സംയുക്ത നീക്കത്തിൽ പിടിയിലായത്. 12 ഗ്രാം MDMA-യും 15 ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. മയക്കുമരുന്ന് ഇടപാടിന് ഉപയോഗിച്ച കാർ, 3 സ്മാർട്ട് ഫോണുകൾ എന്നിവയും കസ്റ്റഡിയിലെടുത്തു. 2 മാസം മുൻപ് ഓൺലൈൻ ടാക്സിയുടെ മറവിൽ രാസലഹരി വിൽപ്പന നടത്തിയത് കൊച്ചി ഇളമക്കര ഭാഗത്തു നിന്ന് പിടിയിലായ 2 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ടാക്സി കാറുകളിൽ കറങ്ങി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ആൻഡ്രനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. ഉപഭോക്താക്കൾക്കിടയിൽ തീപ്പൊരി എന്ന കോഡ് നെയിമിൽ അറിയപ്പെട്ടിരുന്ന ഇയാളുടെ യഥാർത്ഥ പേരോ മറ്റു വിവരങ്ങളോ ലഭിച്ചിരുന്നില്ല. വ്യത്യസ്ത ഫോൺ നമ്പറുകളും വെവ്വേറെ ടാക്സി വാഹനങ്ങളും ഉപയോഗിക്കുന്നതിനാൽ പിടികൂടുക ദുഷ്കരമായിരുന്നു. തുടർന്ന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ ഒട്ടേറെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും അന്വേഷണം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതികൾ സഞ്ചരിച്ചിരുന്ന ടാക്സി കാർ രാത്രിയോടെ ഇടപ്പള്ളി സിഗ്നലിന് സമീപം എക്സൈസ് സംഘം തടഞ്ഞ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. ടാക്സി വാഹനത്തിൽ യാത്രക്കാരെയും കൊണ്ടുപോവുകയാണെന്ന പ്രതീതിയുണ്ടാക്കി വിദഗ്ധമായാണ് 3 സംഘം സഞ്ചരിച്ചിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് കിടങ്ങൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് 15 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവ് അറസ്റ്റിൽ. മൂവാറ്റുപുഴ വാളകം പുന്നക്കൽ പപ്പാലിൽ വീട്ടിൽ ഷാൻ വർഗീസിനെയാണ് കിഴങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അങ്കറയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പലതവണയായി 5 ലക്ഷത്തോളം രൂപ വാങ്ങി. ഇതുകൂടാതെ യുവതിയുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുടെ നിക്ഷേപം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2 ബ്ലാങ്ക് ചെക്ക് വാങ്ങുകയും ചെയ്തു. ഈ ചെക്ക് വഴി അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ പിൻവലിക്കുകയായിരുന്നു. തട്ടിപ്പിനിരയായെന്ന് മനസ്സിലായ യുവതി പോലീസിൽ പരാതി നൽകി. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ സാമ്പിൾ പരിശോധനാ ഫലം വൈകുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കുവോസിന്റെയും സാമ്പിൾ പരിശോധനാ ഫലങ്ങളാണ് വൈകുന്നത്. ഇതോടെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമായ രാസമാലിന്യം എന്താണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നഷ്ടപരിഹാരത്തിനായുള്ള നിയമ നടപടിയുടെ ഭാഗമായി കുടിവെള്ളം മലിനമാക്കിയതിനെതിരെ മത്സ്യകർഷകർ ഇന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകും. സംയുക്ത അന്വേഷണത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ഇന്ന് എടയാർ മേഖല സന്ദർശിക്കും. ഫിഷറീസ് അഡീഷണൽ ഡയറക്ടറുടെ സംഘവും ഇന്ന് പെരിയാർ സന്ദർശിക്കുന്നുണ്ട്. കൈക്കൂലി വാങ്ങുന്നതിനിടെ PWD ഉദ്യോഗസ്ഥൻ പിടിയിൽ. കൊച്ചി മാമംഗലം PWD ഡിവിഷൻ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടായ രതീഷാണ് പിടിയിലായത്. ഇയാളുടെ കൈവശം നിന്നും 5000 രൂപയും വിജിലൻസ് സംഘം കണ്ടെത്തി. ഇടപ്പള്ളിയിൽ ഒരു കെട്ടിടത്തിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് രതീഷ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇതോടെ കെട്ടിട ഉടമ വിജിലൻസിനെ വിവരം അറിയിച്ചു. തുടർന്ന് വിജിലൻസ് നിർദ്ദേശപ്രകാരം പരാതിക്കാരൻ പണം കൈമാറുകയും ഇതിന് പിന്നാലെ എറണാകുളം വിജിലൻസ് DYSP CJ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘമെത്തി ജൂനിയർ സൂപ്രണ്ടിനെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. മണിക്കൂറുകളായി പെയ്യുന്ന മഴയിൽ മുങ്ങി കൊച്ചി നഗരം. വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ഇടപ്പള്ളി, കുണ്ടന്നൂർ, കടവന്ത്ര, MG റോഡ്, കാക്കനാട്, ഇൻഫോ പാർക്ക് പരിസരം, KSRTC ബസ് സ്റ്റാൻഡ് പരിസരം അടക്കമുള്ള സ്ഥലങ്ങളിലാണ് നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായത്. മഴവെള്ളം ഒഴുകിപ്പോകാൻ സാഹചര്യമില്ലാത്തതിനെ തുടർന്നാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. മിക്ക റോഡുകളും വെള്ളക്കെട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടകളിലും വെള്ളം കയറി. കളമശ്ശേരി, മൂലേപ്പാടത്തെ ഒട്ടേറെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കടവന്ത്ര, ഗാന്ധിനഗറിൽ വീടുകളിലേക്കും വെള്ളം കയറിയിരിക്കുകയാണ്. വൈകിട്ട് 4 മണിയോടെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തുടരുന്നത്. ഗതാഗതക്കുരുക്കും ഇതിനിടെ രൂക്ഷമായിരിക്കുകയാണ്. നേരത്തെ കൊച്ചി നഗരത്തിൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പേരിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പദ്ധതികൾ കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും ചേർന്ന് നടത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും ഫലം കണ്ടിട്ടില്ല. അതേസമയം മഴ കനത്തതിനെ തുടർന്ന് ലക്ഷദ്വീപിൽ കുടുങ്ങിയവരെ തിരികെ കൊണ്ടുവരാനുള്ള അധിക വിമാന സർവീസും നടത്താൻ സാധിച്ചിട്ടില്ല. രാവിലെ അഗത്തിയിലേക്ക് സർവീസ് നടത്തി തിരിച്ചുവന്ന വിമാനമാണ് വീണ്ടും അധിക സർവീസിനായി ലക്ഷ്യമിട്ടിരിക്കുന്നത്. അധിക സർവീസ് കനത്ത മഴയെ തുടർന്ന് നാളത്തേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.